MSC Elsa 3 എന്ന് പറയുന്ന ആ കപ്പലിനെ സംബന്ധിച്ച് അത് 1997 നീറ്റിലിറക്കിയ കപ്പലാണെങ്കിലും 2010 മുതൽ ഗുരുതരമായ വീഴ്ചകൾ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. പ്രത്യേകിച്ച് അതിൻ്റെ സ്ട്രക്ചറൽ ഡാമേജ്, അതുപോലെ തന്നെ അതിൻ്റെ ക്രൂ പ്രിപ്പയർഡ്നെസ്, പിന്നെ എക്യുപ്മെൻറ്റ്സ് ഫെയിലിയർ, ഇതുപോലുള്ള കാര്യങ്ങൾ പല പോർട്ടുകളിൽ നിന്നും 2010 മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ സോഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്കത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഴ്ച ഈ കപ്പൽ നടത്തിപ്പുകാരിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിൽ നിന്നുണ്ടായത് ഇത് തീർച്ചയായിട്ടും ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്, അല്ലാതെ നാച്ചുറൽ അല്ല. അപ്പോൾ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സംവിധാനങ്ങൾ, നമ്മളുടെ ഭരണകൂടം അല്ലെങ്കിൽ നമ്മളുടെ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, കാർഗോ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് അത്ര ഗൗരവത്തോടു കൂടിയല്ല പ്രതികരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ തുറമുഖത്തിൽ നിന്നും, ഏതൊരു തുറമുഖത്തിൽ നിന്നും ഒരു കണ്ടെയ്നർ ഒരു ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ആ കണ്ടെയ്നറിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട്, അത് ആ ഷിപ്പിൻ്റെ ഡക്കിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, എവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ഇതെല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു കാർഗോ മാനിഫെസ്റ്റ് ഉണ്ടാവും. അത് ഈ പറയുന്ന തുറമുഖ അധികൃതരും അതുപോലെ തന്നെ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട ഏജൻസിയും അവരൊക്കെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഡിസാസ്റ്റർ ഉണ്ടായിട്ട് ഒരാഴ്ചയായിട്ട് ഈ പറയുന്ന കാർഗോ മാനിഫെസ്റ്റ് പുറത്ത് വിട്ടിട്ടില്ല. സോ അത് വളരെ ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 2 രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് പോലുള്ള സാധനങ്ങൾ കടലിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. ഈ ഒഴുകി നടക്കുന്ന പെല്ലറ്റ്സ് തീരത്ത് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കും. അത് അപ്പോൾ തന്നെ അത് മാറ്റിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് വീണ്ടും തിരയടിച്ച് മണൽ പതിക്കുമ്പോൾ അത് മണ്ണിൻ്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ അരിച്ചെടുക്കുക വലിയ ദുർഘടം പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രാദേശിക സംവിധാനങ്ങളോ അതിനെ അത്ര ഗൗരവമായി മനസ്സിലാക്കി ഇമ്മീഡിയറ്റായിട്ട് അതിലേക്ക് ഇടപെടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഞാൻ ഇന്നും ഈ തിരുവനന്തപുരത്തെ കോവളം പോലുള്ള ബീച്ചുകളിൽ, ചെറിയതുറ പോലുള്ള ബീച്ചുകളിലൊക്കെ പോയി നോക്കിയതാണ്. ഇപ്പോഴും അതെല്ലാം അവിടെ തന്നെയുണ്ട്. അതിൻ്റെ പുറത്ത് തിരയടിക്കുകയാണ്, തിര വന്ന് മണലിടുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കന്യാകുമാരി വരെ ഈ ഒരു സർവേ ചെയ്തു. അതിൽ മണവാളക്കുറിച്ച് വരെ ഈ പെല്ലറ്റ്സ് ഒഴുകി എത്തിയിട്ടുണ്ട്. കരയിലെത്തിയ പെല്ലറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ കടലിൽ അവശേഷിക്കുന്ന പെല്ലറ്റ്സിൻ്റെ സംബന്ധിച്ച് അത് ഒഴുകി നടക്കുമ്പോൾ ഗ്രാജ്വലി അതിനകത്തൊരു ചെറിയ ബയോമാസ് ഫോം ചെയ്യും. ആ ബയോമാസ് ഫോം ചെയ്യുമ്പോൾ അതിനൊരു വെയിറ്റ് ഉണ്ടാകും. ചിലപ്പോൾ അത് കടലിൻ്റെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആ ബയോമാസ് ഉണ്ടാക്കുന്ന സ്മെല്ലുണ്ടല്ലോ, അത് മറ്റ് കടലിലെ ജീവജാലങ്ങളെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ആ ജീവജാലങ്ങൾ അതിനെ ഇരയായിട്ട് ഭക്ഷിക്കാൻ തുടങ്ങും. അത് തുടങ്ങുമ്പോൾ ആ മത്സ്യങ്ങൾക്കെല്ലാം അതിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകും. ഇനി വരാൻ പോയി ഭാവിയിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷേ ഈ സാഹചര്യത്തിലും നമ്മുടെ സമുദ്രശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ മൗനം പാലിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. അത് തീർച്ചയായിട്ടും പൊതുസമൂഹം ചോദ്യം ചെയ്യേണ്ടതാണ്. ഞാനീ പറയുന്ന ഷിപ്പിലുണ്ടായിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണെന്ന് അറിയാനുള്ള അവകാശം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന്, വിശിഷ്യ കടലോര സമൂഹത്തിന് അവരുടെ അവകാശമാണ്. കാരണം അവരുടെ തൊഴിലിടമാണ് ഈ പറയുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. എന്തായാലും ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിനെ സംബന്ധിച്ച് ഞങ്ങൾ അടുത്ത ഡൈവിംഗ് സീസൺ തുടങ്ങുമ്പോൾ, അതായത് നവംബർ ഒക്കെ ആകുമ്പോൾ, ഞങ്ങൾ ഈ കടലിലെ അടിയിലൂടെ ഒഴുകി നടക്കുന്ന എല്ലാ മാലിന്യങ്ങളും എവിടെയൊക്കെയാണ് അടിഞ്ഞുകൂടുക എന്നതിനെ സംബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിന് ഒരു ധാരണയുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഡൈവ് ചെയ്ത് അതിൻ്റെ ആ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.